നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. കേന്ദ്രം ഭരിക്കുന്ന മോദി സർക്കാരിനെതിരെ നടന്ന ഏറ്റവും വലിയ ഗൂഢാലോചനകളിൽ ഒന്നാണ് കർഷക സമരം. ഇന്ത്യയിലെ കർഷകരുടെ നിലവാരമുയർത്താൻ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന നിയമങ്ങൾ കർഷകർക്കെതിരാണ് എന്ന തെറ്റായ പ്രചാരണം ഉയർത്തുന്നതിൽ പ്രതിപക്ഷം ഒരു പരിധിവരെ വിജയിച്ചിട്ടുണ്ട്. അതിന് രാജ്യവിരുദ്ധ ശക്തികളുടെ പിന്തുണ ആവോളം ലഭിച്ചിട്ടുണ്ടെന്നുള്ളതിന്റെ അനവധി തെളിവുകൾ നമുക്കറിയാം. ഇന്ത്യയുമായി ഒരു ബന്ധവുമില്ലാത്ത അമേരിക്കൻ ഗായിക റിഹാന കർഷക സമരത്തെ പിന്തുണച്ച് പോസ്റ്റുകൾ ഇട്ടതും അമേരിക്കയിലെ ബിഗ് സ്ക്രീനുകളിൽ കർഷക സമരവുമായി ബന്ധപ്പെട്ട പരസ്യങ്ങൾ വന്നതുമൊക്കെ ഇതിന് ഉദാഹരണമാണ്. എങ്ങനെയെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ താഴെയിറക്കുക എന്ന അന്താരാഷ്ട്ര ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു അത്. കർഷക സമരത്തെ പിന്തുണച്ച് ജസ്റ്റിൻ ട്രൂഡോയെ പറ്റി പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. എന്നാൽ മോദി സർക്കാരിന്റെ കർഷകരോടുള്ള പ്രതിബദ്ധതയും കോൺഗ്രസിന്റെ കർഷക സ്നേഹത്തിന്റെ ഇരട്ടത്താപ്പും തെളിവ് സഹിതം പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ് കേന്ദ്ര കൃഷിമന്ത്രിയും മുൻ മധ്യപ്രദേശ് മുഖ്യമന്ത്രിയുമായ ശിവരാജ് സിംഗ് ചൗഹാൻ. പ്രതിപക്ഷം ഇപ്പോൾ പറയുന്ന കർഷക സ്നേഹം തട്ടിപ്പാണെന്നും കൃഷിച്ചെലവിന്റെ 50% വരുമാനം MSP നൽകണമെന്ന് സ്വാമിനാഥൻ കമ്മീഷന്റെ ശുപാർശ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ നിരസിച്ചുവെന്നും വെളിപ്പെടുത്തിയിരിക്കുകയാണ് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ. വിപണിയെ തകർക്കും എന്ന് വാദിച്ചാണ് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള UPA സർക്കാർ MSP നിർദ്ദേശം നടപ്പിലാക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സർക്കാർ വിസമ്മതിച്ചതെന്ന് 2007 ജൂലൈ 28 ക്യാബിനറ്റ് കുറിപ്പ് ഉദ്ധരിച്ച് മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി പുറത്തു കൊണ്ടുവന്നത്. താൻ പാർലമെന്റ് നോട്ടുകൾ ഉദ്ധരിച്ചു പറയുകയാണ്, ഈ നിർദ്ദേശം നടപ്പിലാക്കുന്നത് വിപണിയെ തകർക്കുമെന്ന് UPA അഥവാ മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് സർക്കാർ വ്യക്തമായി പ്രസ്താവിച്ചിട്ടുണ്ട്. സ്വാമിനാഥൻ റിപ്പോർട്ടിന്റെ ശുപാർശയിൽ മിനിമം താങ്ങുവില നടപ്പിലാക്കാൻ അനുവദിക്കാതിരുന്ന കോൺഗ്രസ് സർക്കാരാണ് ഇപ്പോൾ കർഷക സ്നേഹം പറഞ്ഞു വരുന്നത്. ചൗഹാൻ തുറന്നടിച്ചു. കോൺഗ്രസ് ചെയ്തത് ഇങ്ങനെയായിരിക്കെ മറുപുറത്ത് മിനിമം താങ്ങുവില ഓരോ കർഷകനും ലഭ്യമാക്കുന്നത് നിയമപരമായ പരിരക്ഷണം ലഭിക്കാൻ നിയമനിർമ്മാണം നടത്തുകയാണ് മോദി സർക്കാർ ചെയ്തിരിക്കുന്നത്. സ്വാമിനാഥൻ പാനൽ ഒരിക്കലും MSPകളെ പിന്തുണയ്ക്കുന്ന ഒരു നിയമം പരാമർശിച്ചിട്ടില്ല. പക്ഷേ MSPകൾ ശരാശരി ഉത്പാദന ചെലവിനേക്കാൾ കുറഞ്ഞത് 50% കൂടുതലായിരിക്കണമെന്ന് ശുപാർശ ചെയ്തു. എന്നാൽ 2018-19 ബജറ്റിൽ കർഷകർക്ക് 50% ആദായം ലഭിക്കുന്ന തരത്തിൽ MSP നിശ്ചയിക്കണമെന്ന് മോദി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കർഷകർക്ക് മിനിമം താങ്ങുവില ലഭ്യമാക്കുന്നതിനപ്പുറം ആ ആവശ്യത്തിന് ഒരു സ്വതന്ത്ര ബോഡി രൂപീകരിക്കുന്നതിനും വേണ്ടിയാണ് മോദി സർക്കാർ ശ്രമിക്കുന്നത്. എന്നാൽ കപട കർഷക സ്നേഹം പറഞ്ഞ് കർഷകരെ പറ്റിക്കുന്ന കോൺഗ്രസിന്റെ യഥാർത്ഥ മുഖം തെളിവ് സഹിതം വെളിപ്പെടുത്തിയിരിക്കുകയാണ് ശിവരാജ് സിംഗ് ചൗഹാൻ. ഇതോടെ മിണ്ടാട്ടം മുട്ടിപ്പോയ കോൺഗ്രസ് അനാവശ്യ ബഹളമുണ്ടാക്കി സഭാ നടപടികൾ തടസ്സപ്പെടുത്തുവാനാണ് ശ്രമിച്ചത്. കർഷകർ ഞങ്ങൾക്ക് ദൈവത്തെ പോലെയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കാർഷിക വരുമാനം മെച്ചപ്പെടുത്തുന്നതിനും ഇരട്ടിയാക്കുന്നതിനുമുള്ള എല്ലാ ശ്രമവും ഞങ്ങളുടെ സർക്കാർ നടപ്പിലാക്കും, ചൗഹാൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.